ഹായ് ഹലോ ഫ്രണ്ട്സ്, കോവയ്ക്ക ഉണ്ടോ? എന്നാൽ ഇതുപോലെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കൂ. അതിനായിട്ട് നീളത്തിൽ അരിഞ്ഞ് ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇത്രയും ഇതിൽ എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായത് വലിയുള്ളിയാണ്. അത് വൃത്തിയാക്കിയെടുത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് വലിയുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അതൊരു ചെറിയ ഗോൾഡൻ കളറാകുമ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി പച്ചമണം പോകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ മസാല ആവുന്ന വിധം നന്നായി ഇളക്കിയെടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. ഇത് അടച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതിനായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിൽ എണ്ണ തെളിഞ്ഞ് കാണുമ്പോൾ ചട്ടിയിൽ എണ്ണ തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ടേസ്റ്റി റെസിപ്പിയാണ്. ഇത് മാത്രം മതി ഒരു പറ ചോറിന്. എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലാസ്റ്റ് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടിയിട്ടാൽ നമ്മുടെ ടേസ്റ്റി മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.